അയ്യോ, ഇത് എത്ര നേരം ഒന്ന് വേഗം കഴിക്ക് എന്റെ കുണിക്ക്. ദൈവമേ, കറക്റ്റ് 8 മണിയാകുമ്പോ സ്കൂളിൽ എത്തണമെന്ന മിസ് പറഞ്ഞേക്കണേ. സമയം ഇപ്പൊ 7:30. ഇനി വേഗം നമുക്ക് ഓടണ്ടേ? നിങ്ങളൊന്ന് വേഗം കഴിക്കേ. പിന്നെ എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കാൻ പറ്റും, ഒരു ദിവസം പുട്ട് തന്നെ. നീയല്ലേ പറയണേ ഏത് നേരവും പുട്ടും കടലേ മതി, പുട്ടും കടലേ മതി. അതാ ഞാൻ ഉണ്ടാക്കിയേ. അല്ലെങ്കിൽ ഇത് ഇവരെന്താ യൂണിഫോമില് ആനുവൽ ഡേക്ക് ഇവർക്ക് കളർ ഡ്രസ് അല്ലേ? ഒന്നും പറയണ്ട, ഇവര് പ്രയർ സോങ്ങിനും വെൽക്കം സ്പീച്ചിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് കളർ ഡ്രസ്സ് ഇട്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേഗം ഡ്രസ്സ് മാറി ഡാൻസ് കളിക്കാനും കേറ്റണം. മിസ് പറഞ്ഞതാ കറക്റ്റ് 8:30 സ്കൂളിൽ എത്തണോന്ന്. ദേ ഇവരിപ്പോഴും ഇത് കഴിച്ചോണ്ടിരിക്കുക. വേഗം കഴിക്കും മക്കളെ, നിങ്ങൾക്ക് പോവണ്ടേ? ആനുവൽ ഡേ അല്ലേ? അത് പിന്നെ നിങ്ങളുടെ അമ്മ അങ്ങനെയല്ലേ ഉണ്ടാക്കൂ. എന്താ നിങ്ങൾ പറഞ്ഞത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉള്ള പുട്ടാ, കഴിക്കണ്ടേ പിള്ളേര്. അല്ല, നീ ഇതൊന്നിന്റെ യൂണിഫോം ഇടുന്നില്ലേ? അച്ഛാ, ഇന്ന് പ്രൈമറി സ്കൂളിന്റെ ആനുവൽ ഡേ ഞങ്ങളുടെ അടുത്ത ആഴ്ചയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് യൂണിഫോം വേണ്ട, ഇഷ്ടമുള്ള ഉടുപ്പിടാം. ഞങ്ങൾ പോകുന്നുണ്ട് കാണാനായിട്ട്. പിന്നെ വന്നില്ലേ, എനിക്ക് കുണുക്കിയുടെ വെൽക്കം സ്പീച്ചും കേൾക്കണം. പിന്നെ കുണുക്കിയുടെയും കുണുക്കന്റെ വേറൊരു കുട്ടിയും കൂടി അല്ലേ പ്രയർ സോങ് പാടുന്നത്, അതും കേൾക്കണം. പിന്നെ നമുക്ക് ഡാൻസും കാണണം. നിങ്ങൾ പോണത് നന്നായി. ഈ പാട്ട് കഴിയുമ്പോഴേക്ക് ഇവരെ വേഗം മേക്കപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാലോ. അയ്യടി, അമ്മക്കൊന്നും അറിയില്ല, മിണ്ടാതിരുന്ന് തിന്നോ. കുണിക്ക് വെൽക്കം സ്പീച്ച് ഒക്കെ ഓർമ്മയുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അയ്യോ, ആണോടി കുണിക്ക്, നീ മറന്നോ? മതി മതി മതി, ബാക്കി സ്കൂളിൽ ചെന്നിട്ട് പറയാം. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, അത് മതി. വേണ്ട, ഇപ്പൊ പുട്ട് കഴിച്ചോണ്ടിരിക്കുവല്ലേ, പാടണ്ട. സ്കൂളിൽ പോയിട്ട് പാടാം. നിങ്ങൾ എന്തായാലും നല്ലോണം പാടുമെന്ന് നമുക്ക് ഉറപ്പാണ്. വേഗം കഴിച്ചോ. ഷോ, ആ വെൽക്കം സ്പീച്ചിനുള്ള കുട്ടീനോട് നേരത്തെ വരണമെന്ന് പ്രത്യേകം പറഞ്ഞതാണല്ലോ. അവരെ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ പ്രിൻസിപ്പളിനോട് എന്ത് പറയും? നോക്കടി തീയ കുട്ടി, നമ്മളെ LKG പഠിപ്പിച്ച നീനു മിസ്. ഓ, ഞാൻ കണ്ടു. അതിനിപ്പോ എന്താ? വടി, നമുക്ക് പോയി മിണ്ടാ. ഓ, എനിക്ക് ആ മിസ്സിനൊന്നും ഇഷ്ടമല്ല. ആഹാ, ഇതാരാ? തീയക്കുട്ടി മിയയോ? ആ, ടീച്ചർ പഠിപ്പിച്ച മക്കളല്ലേ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സുഖാണോ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ 7ാം ക്ലാസ്? നന്നായിട്ട് പോകുന്നു ടീച്ചറെ. തീയക്കുട്ടി, ക്ലാസ് എങ്ങനെയുണ്ട്? സ്കൂൾ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എന്റെ മമ്മക്ക് ഇഷ്ടമല്ല. ഈ ഇയറും കൂടി എന്നെ ഇവിടെ പഠിപ്പിക്കൂ. അടുത്ത വർഷം വേറൊരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് എന്നെ മാറ്റും. ഓ ആണോ? മിസ് എന്താ ഇവിടെ നിൽക്കുന്നേ? ഇന്ന് പ്രീ KGയുടെ ആനുവൽ ഡേ അല്ലേ. വെൽക്കം സ്പീച്ച് പറയണ കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വരാൻ സമയമായി. നിങ്ങളന്ന് ആനുവൽ ഡേ കാണാനായിട്ട് സ്റ്റേജിലേക്ക് കയറി ഇരുന്നോളൂ കേട്ടോ. മിസ്സേ, ഞങ്ങളുടെ ആനുവൽ ഡേ അടുത്ത ആഴ്ചയാണ്. ഞങ്ങളെ പ്രീ KGയുടെ ആനുവൽ ഡേ കാണാനൊന്നും വന്നതല്ല, വെറുതെ സ്കൂളിൽ ഇങ്ങനെ നടക്കാമല്ലോ എന്ന് കരുതി. ആനുവൽ ഡേ കാണാൻ വന്നതാണെങ്കിൽ നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കണം, അല്ലാതെ സ്കൂളിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല. കേട്ടല്ലോ, പ്രിൻസിപ്പൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ വരാന്തയിലേക്ക് ഏതെങ്കിലും കുട്ടികളെ കാണണമെങ്കിൽ അവർ ഓഡിറ്റോറിയത്തിലേക്ക് വിടണമെന്ന്. നിങ്ങൾ 2 ഓഡിറ്റോറിയത്തിലേക്ക് പോകൂ, ചെല്ലു. ഞാൻ പറഞ്ഞതല്ലേ ഡിമിയെ, പോയി മിണ്ടണ്ടാന്ന്. ടീച്ചറിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ല. ആ, 2 പേരും എത്തിയല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. വെൽക്കം സ്പീച്ചിനുള്ള കുട്ടീനെ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. സോറി ടീച്ചറെ, പരമാവധി ഞങ്ങൾ നേരത്തെ തന്നെ എത്താൻ നോക്കി. കുഴപ്പമില്ല, വൈകിട്ടൊന്നുമില്ല. എന്നാ കുട്ടിയുടെ അമ്മ പോയിട്ട് ഓഡിറ്റോറിയത്തിന്റെ അവിടെ ഇരുന്നോളൂ. ഞാൻ കുട്ടീനെ സ്റ്റേജിൽ കയറ്റിക്കോളാം. ഓക്കെ മിസ്സേ. നിങ്ങൾ 2 പേരും നല്ലപോലെ വെൽക്കം സ്പീച്ചും പറയണം, പ്രയർ സോങ്ങും പാടണം കേട്ടോ. അമ്മ ദേ ഓഡിറ്റോറിയത്തിൽ നിൽക്കാം. ഇറങ്ങുമ്പോഴേക്കും ഞാൻ വന്ന് ഡ്രസ് ചെയ്ത് നമുക്ക് ഡാൻസിന് സ്റ്റേജിൽ കയറാം. ഓക്കെ? എന്നാ ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലട്ടെ ടീച്ചറെ. ഓ, ഇവളാണോ വെൽക്കം സ്പീച്ച് പറയുന്നേ? മഹാലക്ഷ്മി എല്ലാം ഓർമ്മയില്ലേ? ടീച്ചറെ, സ്റ്റാഫ് റൂമിൽ പോയൊരു ബാഡ്ജ് എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ. വെൽക്കം സ്പീച്ചും പ്രയർ സോങ്ങും പാടുന്ന കുട്ടികളുടെ ഷർട്ടിൽ നമ്മളൊരു ബാഡ്ജ് പിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് സ്റ്റാഫ് റൂമിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ. എന്തിനാ 2 യൂണിഫോമിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയത്? ഇത് ഓണ സെലിബ്രേഷൻ ഒന്നും അല്ല, ആനുവൽ ഡേ ആണ്. വല്ല തവളച്ചാട്ടത്തിനൊക്കെ പങ്കെടുക്കാനല്ലേ നിങ്ങളെ കൊണ്ട് പറ്റൂ. വെൽക്കം സ്പീച്ചോ? ആര്? നീയോ? നിനക്കതിന് ABCD അറിയോ? വെൽക്കം സ്പീച്ച് പറയാനിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ക്ലാസ്സിലെ പോലെ 10 പേരല്ല ഉള്ളത്. ഓഡിറ്റോറിയമാണ്, വലിയ സ്റ്റേജ് ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാകും. നീ വെൽക്കം സ്പീച്ച് മറന്നുപോയാലേ അവരെല്ലാരും സ്റ്റേജിൽ കയറി നിന്നെ ചെരുപ്പിനടിക്കും. ഞാൻ മിണ്ടാതിരുന്നോളാം, നീ സ്റ്റേജിൽ കയറി മിണ്ടാതിരുന്നാ മതി. വെൽക്കം സ്പീച്ച്
പിന്നെ ഇവളല്ലേ പറയാൻ പോകുന്നത്, മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ കേട്ടോ. ഐ ആം മഹാലക്ഷ്മി മാധവ്. വെൽക്കം ടുമോറോ ആനുവൽ. ആദ്യമേ സ്റ്റേജിൽ കയറി മഹാലക്ഷ്മി മാധവ് എന്നാണോ പറയണ്ടേ? വിഷ് ചെയ്യണ്ടേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ ഒന്നും നിന്നെ പഠിപ്പിച്ചില്ലേ? അയ്യോ, ഗുഡ് മോർണിംഗ് മറന്നുപോയ കുണുക്കി. അത് കുണുക്കാ. തുടക്കം തന്നെ മറന്നു. സ്റ്റേജിൽ ഇത് നല്ല കോമഡി ആയിരിക്കും. കളിയാക്കിയാണ്ടല്ലേ ഇടിച്ച് തെറിപ്പിക്കുന്നേ. സ്റ്റേജിൽ കയറുമ്പോ നിന്നെ ആയിരിക്കും എല്ലാരും ഇടിച്ചു തെറിപ്പിക്കണേ. എന്താ പറഞ്ഞത്? ആനുവൽ ഡേക്ക് നീ എന്താ പറഞ്ഞത്? അണ്ണാൻ ഡേ എന്നോ? വെൽക്കം ടു അവർ അണ്ണാൻ ഡേ. ഫണ്ണി. മണ്ടി കുണുക്കി. വെൽക്കം ടു അവർ അണ്ണാൻ ഡേ, വെൽക്കം ടു അവർ അണ്ണാൻ ഡേ. ജെടി തീയക്കുട്ടി, മിസ് വരുന്നുണ്ട്, ഓടിക്കോ. അയ്യോ മക്കളെ വാ, ബാഡ്ജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേജിന്റെ സൈഡിലുള്ള റൂമിലേക്ക് പോവാം. ഞാനില്ല. അയ്യോ ഇതെന്താ കരയുന്നേ? ഞാൻ വെൽക്കം സ്പീച്ച് പറയൂല. ദൈവം എന്തൊക്കെ ഈ മോള് പറയുന്നേ? എന്താ പറ്റിയേ? ഇവൾക്ക് കളിയാക്കി ടീച്ചറെ. ആരെ കളിയാക്കിയേ? തീക്കുട്ടി ചേച്ചി, മിയ ചേച്ചി. ആ കുട്ടികളെ കൊണ്ട് തോറ്റല്ലോ, അവര് പോയോ? എനിക്ക് വീട്ടിൽ പോണം. ഞാൻ വെൽക്കം സ്പീച്ച് പറയൂല. കരയാതെ മഹാലക്ഷ്മി. എന്തിനാ ഇങ്ങനെ കരയുന്നേ? മഹാലക്ഷ്മി നല്ലപോലെ പറയും, ക്ലാസ്സിൽ ഫസ്റ്റാ. അതുകൊണ്ടല്ലേ വെൽക്കം സ്പീച്ചിന് മഹാലക്ഷ്മിനെ ഏൽപ്പിച്ചത്. എന്നിട്ട് ലാസ്റ്റ് നിമിഷം ഇങ്ങനെ കരയുവാണോ? ഇല്ല ഇല്ല ഇല്ല, പറയൂല. എന്റെ ദൈവമേ, ഇപ്പൊ അവിടെ ആനുവൽ ഡേ തുടങ്ങും. കുണിക്കി, അയ്യോ കുണിക്കി എന്തിനാ കരയുന്നേ? ആ നീതു, നിത്യ, നിങ്ങൾ വന്നത് നന്നായി. ഈ കുട്ടിക്ക് ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ വെൽക്കം സ്പീച്ച് പറയില്ല എന്ന് പറഞ്ഞ് കരയുവാ. പ്രോഗ്രാം തുടങ്ങാൻ ഇനി 10 മിനിറ്റ് ഉള്ളൂ. അയ്യോ ഇവള് വീട്ടിൽ വെച്ച് നല്ലോണം പറഞ്ഞതാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ തന്നെ ചോദിക്കേ. ഞാൻ പറയൂല. എന്ത് പറ്റി? തീയക്കുട്ടി ഇവിടെ വന്ന് കളിയാക്കി. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറയും. ഓ അവളെ കൊണ്ട് തോറ്റല്ലോ. പ്രോഗ്രാം ഇപ്പൊ തുടങ്ങും. ഇനിയിപ്പൊ ടീച്ചേഴ്സിനെ ആരെങ്കിലും കൊണ്ട് വെൽക്കം സ്പീച്ച് പറയിപ്പിച്ചാലോ? അയ്യോ പ്ലീസ് ടീച്ചർ, അത് വേണ്ട. കുണിക്കമോള് തന്നെ പറയും. ഞങ്ങൾക്കൊരു സമയം എന്താ, ഇപ്പൊ തന്നെ ഞങ്ങൾ അവളെ സ്റ്റേജിലേക്ക് എത്തിച്ചോളാം. മോളെ കൂടിപ്പോയാൽ 5 മിനിറ്റ്, പ്രോഗ്രാം തുടങ്ങണ്ടേ? ഞാൻ ഉറപ്പ് തരുന്നു മിസ്സേ, 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മതി. മിസ്സ് പോയിക്കോ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലേക്ക് ഇവളെ എത്തിച്ചേക്കാം. ഓക്കെ 5 മിനിറ്റ്. അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ആരെങ്കിലും വെൽക്കം സ്പീച്ച് പറയാനായിട്ട് കയറും. കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായെന്ന് വല്ലതും ഞങ്ങൾ പറഞ്ഞോളാം. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. കുണിക്ക് കേട്ടില്ലേ? നീ പറഞ്ഞില്ലെങ്കിൽ മിസ്സ് പറയൂന്ന്. മിസ് പറഞ്ഞോട്ടെ. നീതി ചേച്ചി പറയണ കുണിക്ക് കേക്ക്. ആ തീയക്കുട്ടി കുണിക്കിനെ തോപ്പിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയണേ? നിങ്ങളുടെ ക്ലാസ്സിൽ 40 പിള്ളേരില്ലേ? എന്നിട്ട് കുണിക്കിനെ മാത്രമല്ലേ വെൽക്കം സ്പീച്ചിന് എടുത്തേ? അത് എന്തുകൊണ്ടാ? എന്താ? കുണിക്കാണ് ക്ലാസ്സിൽ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. അതുകൊണ്ടാ മിസ് നമുക്ക് വാട്സപ്പ് ചെയ്തല്ലോ. അതുകൊണ്ട് കുണിക്കിനെ വെൽക്കം സ്പീച്ച് പറയാൻ തിരഞ്ഞെടുക്കുമെന്ന്. അതെ, പിന്നെ ഈ ടീയക്കുട്ടി ഉണ്ടല്ലോ, അവരുടെ ക്ലാസ്സിൽ നിന്ന് വേറൊരു കുട്ടിയല്ലേ വെൽക്കം സ്പീച്ച് പറയണത്, ആനി ഫ്രാങ്ക്. അല്ലാതെ ടീയക്കുട്ടിയല്ലല്ലോ. ടീയക്കുട്ടി ഒന്നും പഠിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊന്നും അവളെ വിളിക്കാറില്ല. അവക്കതിന്റെ അസൂയ. ശരിയാടി കുണുക്കി. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പഠിച്ച വെൽക്കം സ്പീച്ച് സ്റ്റേജിൽ കയറി പറയണം. നല്ല ഉറക്കെ അടിപൊളിയായിട്ട് പറയണം. അത് കേട്ട് തീയക്കുട്ടി അവിടെ നിന്ന് നാണം കെടട്ടെ. ആദ്യം നീ കരച്ചിൽ നിർത്തുമോളെ. ദേ കുണിക്കയുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നുണ്ട്. കാണാത്തോണ്ടാ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേ. ശരി, ഞാൻ പറഞ്ഞോളാം.